തിരികെത്തുന്ന വാർത്തയിലേക്ക് ഇപ്പോഴെത്തുന്ന ഒരു വാർത്ത. CPM ജാഥയിൽ പങ്കെടുക്കാതെ EP ജയരാജൻ വിവാദ ദലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ. കൊച്ചി വെണ്ണലയിലെ വീട്ടിലെത്തിയ ജയരാജൻ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിനും പങ്കെടുത്തു. വിവരങ്ങളുമായി അശ്വതി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വതി, EP ജയരാജൻ, എന്താണ് നന്ദകുമാറിന്റെ വീട്ടിൽ കാര്യം? ഫിജി, ഇപ്പോൾ ഇതിന്റെ കാരണങ്ങൾ വ്യക്തമായിട്ടില്ല. ഇത് നന്ദകുമാറിന്റെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. EP ജയരാജനൊപ്പം പ്രൊഫസർ KV തോമസും ഇവിടെ എത്തിയിരുന്നു. നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ EP ജയരാജൻ CPM ജാഥയിൽ പങ്കെടുക്കാത്തത് വലിയ വിവാദമായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നമ്മൾ പുറത്തേക്ക് വരുന്നത്. പാർട്ടിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഉള്ളതിനാലാണ് ജാഥയിൽ പങ്കെടുക്കാതിരുന്നത് എന്നായിരുന്നു EP ജയരാജന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസം. അപ്പോൾ അതിന് ഞായറാഴ്ചയാണ് EP ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിലെത്തിയതെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനാണ് ഈ വിവാഹ ദല്ലാളായിട്ടുള്ള നന്ദകുമാർ. അത്തരത്തിലുള്ള വിവാദ നായകൻ കൂടിയാണ് അദ്ദേഹം. ഈ ലാവ്ലിൻ കേസിൽ ഇയാൾ വിവാദങ്ങളിലൊക്കെ പെട്ടിരുന്നു. അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതിക്ക് ഗൗതം അദാനിക്ക് കൈമാറുന്നതിനുള്ള ചരട് ബലികൾ നടത്തിയതൊക്കെ തന്നെ നന്ദകുമാർ ആയിരുന്നു. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ CPM ജാഥയിൽ പോലും പങ്കെടുക്കാതെ അതിന്റെ തിരക്കുകൾക്കിടയിൽ EP ജയരാജനും അതുപോലെ തന്നെ KV തോമസും ഇവിടെ എത്തി അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ എറണാകുളത്തെ വെണ്ണലയിലെ വീട്ടിലെത്തി പങ്കെടുത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും വളരെയധികം ഇന്നലെ CPMന്റെ ജാഥയിൽ EP ജയരാജൻ പങ്കെടുക്കാതിരുന്നത് അത് വലിയ വിവാദമായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. അദ്ദേഹത്തിന് പാർട്ടി സംബന്ധമായ മറ്റ് പരിപാടികൾ ഉണ്ടായിരുന്നു എന്നായിരുന്നു MV ഗോവിന്ദന്റെ വിശദീകരണം. അതുപോലെ അദ്ദേഹം മനഃപൂർവ്വം പങ്കെടുക്കാതിരുന്നതല്ല തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും ഇന്നലെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ വാർത്തയും പുറത്തു വരുന്നത്. ഫിജി, അശ്വതി, പാർട്ടി സംബന്ധമായ പരിപാടി എന്നാൽ ഇതാണോ പാർട്ടി ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് EP ജയരാജൻ ഈ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു, കൂടെ KV തോമസുമുണ്ട്. അപ്പോൾ പാർട്ടിയെ അനുകൂലിക്കുന്നവരും പാർട്ടിയിലുള്ളവരും ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നു, ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അത് പാർട്ടിയുടെ അറിവോടെയാണ് എന്ന് കരുതാമോ? ഇതിപ്പോൾ നിലവിൽ പാർട്ടിയുടെ അറിവോടെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഇന്നലെ MV ഗോവിന്ദൻ EP ജയരാജനെ അനുകൂലിക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരു ഔദ്യോഗിക പ്രതികരണമായി തന്നെ നമ്മൾ കണക്കാക്കണം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് പോകേണ്ട, പല വിവാദങ്ങളും മാധ്യമ സൃഷ്ടികളാണ് എന്നൊക്കെ തുടങ്ങിയ സ്ഥിരം വാദങ്ങളൊക്കെയാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കൂടുതൽ അകത്ത് ഉൾപാർട്ടി പോര് ശക്തമാണ് എന്ന് തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ ഇന്നലെ മാധ്യമപ്രവർത്തകരൊക്കെ വിശകലനം ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി സംബന്ധമല്ലാത്ത ചില കാര്യങ്ങളിൽ കൂടി പ്രധാനപ്പെട്ട പാർട്ടി പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് EP ജയരാജനും അതുപോലെ തന്നെ പ്രൊഫസർ KV തോമസും ഇവിടെ എത്തിയിരിക്കുന്നത്. നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിൽ വീട്ടിൽ എത്തി ഇത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇത് പാർട്ടിയിലെ ചില അസ്വാരസ്യങ്ങളും അതുപോലെ തന്നെ നേതൃത്വ തലത്തിലുള്ള ചില അസ്വാരസ്യങ്ങളുമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടികൾ ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. നന്ദകുമാറിന്റെ പ്രതികരണത്തിനായി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അശ്വതി, എന്തായാലും എന്താണ് അവിടെ ചർച്ചയുണ്ടായത്? എന്തിനാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതെന്നതിൽ വ്യക്തതയില്ല എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ഒരു ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്, അല്ലേ? തീർച്ചയായും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് EP ജയരാജനും അതുപോലെ തന്നെ KV തോമസും വളരെ വ്യക്തമായി അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ വളരെ കുശലം പറയുന്നു, അമ്മയോടാണ് കുശലം പറയുന്നു. ഒപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഫോട്ടോകൾ അതെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും എല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ വളരെ സൗഹൃദപരമായ ഒരു അന്തരീക്ഷം, ഒപ്പം തന്നെ മറ്റ് പരിപാടികൾ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം എന്താണ് ഇവിടെ നന്ദകുമാറിന്റെ വീട്ടിൽ വന്ന് ചർച്ചകൾ എന്തെങ്കിലും നടന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. കാരണം വിഴിഞ്ഞം പദ്ധതിയിൽ പോലും വിവാദ നായകനായി മാറിയ ഒരാളാണ്
നന്ദകുമാർ. അതുപോലെ തന്നെ തൈക്കാട്ട് മഹാദേവ ട്രസ്റ്റ് ചെയർമാനാണ്. ലാവ്ലിൻ കേസിൽ വിവാദ നായകനായിരുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു പാസ്റ്റ് നന്ദകുമാറിനുണ്ട്. അതെല്ലാം നിലനിൽക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ചൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലെ കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചകളിൽ സജീവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ പാർട്ടി ജാഥ എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ച് CPM വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ. ആ പരിപാടി പോലും മാറ്റിവെച്ച് കേരളത്തിലുടനീളം നടക്കേണ്ട ഈ പരിപാടി പോലും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വന്നത് എന്താണ് എന്ന് ഉള്ള കാര്യത്തിൽ സംശയങ്ങൾ ഇനിയും മാറിയിട്ടില്ല. ആ സംശയങ്ങളുടെ നിഴലിലാണ് ഇപ്പോൾ EP ജയരാജനും KV തോമസും പാർട്ടിയും നിൽക്കുന്നത്. ഫിജി. ശരി അശ്വതി, CPM ജാഥയിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞ ദിവസം EP ജയരാജൻ. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വീഡിയോയും ഫോട്ടോയും വിവാദതല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ ഇവർ എത്തി എന്നുള്ളതാണ്. EP ജയരാജൻ എത്തി എന്നുള്ളതാണ്. കൊച്ചി വെണ്ണലയിലെ വീട്ടിലെത്തിയ ജയരാജൻ നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്ന ചടങ്ങിലും പങ്കെടുത്തു എന്നാണ് വിവരം. എന്തെങ്കിലും കൂടി വിശദമായ ചർച്ചകളോ ഏതെങ്കിലും വിഷയത്തിലുള്ള ചർച്ചകളോ മറ്റോ അവിടെ നടന്നിട്ടുണ്ടോ എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതിന് കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു.